പിറ്റേന്ന് രാവിലെ എന്നത്തെയും പോലെ എല്ലാവരും എഴുന്നേറ്റു. അവരവരുടെ പണികളിൽ ഏർപ്പെട്ടു. ചായ കുടിയൊക്കെ കഴിഞ്ഞതും പോകാനായി അവർ റെഡിയായി. പോകാം. ഏട്ടൻ എങ്ങോട്ടാ വരുന്നേ? ദത്തനെ കണ്ടതും ധനു ചോദിച്ചു. അതെന്താ ധനു അങ്ങനെ ചോദിച്ചേ? ഇന്നെല്ലാവരുടെയും സ്റ്റിച്ച് ചെയ്ത് കിട്ടുമെന്നല്ലേ പറഞ്ഞത്? ഇവനും ഉണ്ട്, കൂട്ടത്തിൽ മാളവികയുടെയും. പിന്നെ ശ്രീജയും ഉണ്ടാകും, അവളുടെ ഉണ്ടെന്നാണ് പറഞ്ഞേ. അച്ചുവും കല്ലവും എത്തിയല്ലോ, അപ്പോൾ ഇറങ്ങാൻ നോക്കിക്കോളൂ. രാജശേഖരൻ പറഞ്ഞതും എല്ലാവരും ഇറങ്ങി. ധനു ആകെ ഞെട്ടിക്കൊണ്ടാണ് ഇറങ്ങിയത്. അവൾ വേഗം തന്നെ ആദിക്ക് മെസ്സേജ് അയച്ചു. എന്നാൽ അവനത് കണ്ടിരുന്നില്ല. നാശം, എവിടെ പോയി കിടക്കുകയാണോ എന്തോ. ഇനി ഷോപ്പിൽ ചെന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ സംശയം തോന്നും. സ്വയം പിറുപിറുത്തുകൊണ്ട് ധനു പറഞ്ഞു. ഷോപ്പിലെത്തിയതും എല്ലാവരും ഒരുമിച്ച് അകത്തേക്ക് കയറി. അവരവരുടെ ഡ്രസ്സൊക്കെ എടുത്ത് ട്രയൽ ചെയ്ത് നോക്കി. കറക്റ്റാണോ എന്നൊക്കെ അറിയാനായി. ആ സമയം ധനു വാഷ്റൂമിലേക്ക് പോയി ആദിയെ വിളിച്ചു. എവിടെയാ ആദി നീ? കോളെടുത്ത ഉടനെ ദേഷ്യപ്പെട്ടു. നീ ചൂടാകാതെ പൊന്നെ, വന്നുകൊണ്ടിരിക്കുകയാ. നീ ഒറ്റയ്ക്ക് വന്നാൽ മതി, കൂടെ അമ്മയും ഏട്ടനും ഉണ്ട്. അതെന്തിനാ അവർ വന്നത്? അവരുടെ ഉണ്ട് ഇവിടെ തയ്ക്കാൻ കൊടുത്തേക്കുന്നതിൽ. ഇന്നലെ ഇതൊന്നും പറഞ്ഞില്ല, ഇന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. ഞാൻ നിനക്ക് അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ മാത്രം വാ, കണ്ടിട്ട് കുറച്ചായില്ലേ, ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഞാൻ വരാം. ധനു കോൾ കട്ട് ചെയ്തതും ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി. അപ്പം നീ പ്ലാൻ ചെയ്ത് അയച്ചതാണല്ലേ കാശി? കിട്ടും അവളെയൊക്കെ എൻ്റെ കയ്യിൽ. ആദി സ്വയം ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ധനുവിൻ്റെ അടുത്തേക്ക് പോയി. എല്ലാം കിട്ടിയോ? ദത്തൻ ചോദിച്ചു. എല്ലാമായി ഏട്ടാ, അച്ചു പറഞ്ഞു. മാളു, നിന്റെ എല്ലാം കിട്ടിയോ? ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. എല്ലാം കിട്ടി. എന്ന് പോയാലോ? ഞാൻ വരുന്നില്ല, ആദി വരും, അവൻ്റെ കൂടെ വന്നോളാം. പറ്റില്ല, നാളെ നിന്റെ കല്യാണമാണ്. അത് കഴിഞ്ഞുള്ള വർത്താനമൊക്കെ മതി. ഇനി എന്നെ കെട്ടാൻ പോകുന്നവൻ്റെ കൂടെ പോയെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴില്ല. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. രണ്ടും വഴക്കിട്ടത്. ആദിയുടെ കൂടെ വന്നോളും ധനു. അങ്ങോട്ട് വന്ന ശ്രീജ പറഞ്ഞു. അമ്മ ഇതെന്തായിരുന്നു നീ പറയുന്നേ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ ഒരുപാട് ഭരിക്കാൻ വരണ്ട. മകളുടെ താളത്തിനനുസരിച്ച് തുള്ളു. അവസാനം കരയേണ്ടി വരും, പറഞ്ഞില്ലെന്ന് വേണ്ട. കരയേണ്ടി വന്ന ഞാനങ്ങ് സഹിച്ചു. എന്തായാലും നിന്നെ പോലെയല്ല എൻ്റെ മകള്. നല്ല ക്യാഷുള്ള കുടുംബത്തിലേക്കാണ് പോകുന്നത്. ഈ അനാഥ പെണ്ണിനെ കൂടെ കൊണ്ട് നടക്കുന്നത് എനിക്ക് പിടിക്കുന്നൊന്നുമില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പൊക്കോളും എന്നൊരാശ്വാസത്തിൽ ഞാനൊന്നും പറയുന്നില്ല. ദത്തൻ ദേഷ്യത്തോടെ മുന്നോട്ട് നീങ്ങിയതും ആളും അവൻ്റെ കയ്യിൽ പിടിച്ച് അരുതെന്ന് പറഞ്ഞു. അവളുടെ മുഖം കണ്ടതും അവൻ തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്തു. അപ്പോഴാണ് അങ്ങോട്ട് ആദി വന്നത്. എല്ലാവരും ഉണ്ടല്ലോ, ഇവൾ ഇന്നലെ പറഞ്ഞു ഒറ്റയ്ക്കാണെന്ന്. അളിയനെന്ത് ദേഷ്യത്തോടെ നിൽക്കുന്നേ? ഒന്നുമില്ല, താല്പര്യമില്ലാതെ ദത്തൻ പറഞ്ഞു. ധനുമോളെ ചെല്ല്, ആദിമോൻ വന്നു. ആദി കൊണ്ടുവന്നാക്കില്ലേ അവളെ? എൻ്റെ കൂടെ കല്യാണിയും കൂടി വരട്ടെ, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം, ധനു പറഞ്ഞു. അതൊന്നും വേണ്ട, ആദി കൊണ്ടുവന്നാക്കിക്കോളും. വെറുതെ മറ്റുള്ളവരെയും കൊണ്ട് നിങ്ങളുടെ ഇടയിൽ കട്ടുറും പാക്കേണ്ട, ശ്രീജ ഇടക്കേറി പറഞ്ഞു. എന്ന് ശരിയളിയ, ഞങ്ങൾ ഇറങ്ങുകയാ. വൈകുന്നേരം ഞാൻ അവിടേക്ക് എത്തിച്ചോളാം ഇവളെ. ആദി ദത്തനെ നോക്കിക്കൊണ്ട് തന്നെ അവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് നടന്നു. ദത്തൻ തൻ്റെ 2 കണ്ണുകളും അടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. എന്തൊരു ചേർച്ചയാ, മെയ്ഡ് ഫോർ ഈച്ച് അതർ, ശ്രീജ ഗമയോടെ പറഞ്ഞു. ദത്തനും എല്ലാവരും അവിടെ നിന്നിറങ്ങി. വീട്ടിലെത്തിയതും ദത്തൻ കലിതുള്ളി ഇറങ്ങിപ്പോയി. മാളവിക അവൻ്റെ പോക്ക് നോക്കി നെഞ്ചത്ത് കൈവച്ചിരുന്നു പോയി. നീ എന്താ ചവിട്ടിത്തുള്ളി വരുന്നേ? പിന്നിൽ വരുന്ന അച്ഛൻ്റെ ഭാര്യയോട് ചോദിക്ക്. അവൾ എൻ്റെ ഭാര്യയാണെങ്കിൽ നിന്റെ അമ്മയല്ലടാ, അയാൾ ചിരിയോട് ചോദിച്ചു. അമ്മയാണ്, പക്ഷേ എനിക്ക് മനസ്സറിഞ്ഞ് വിളിക്കാൻ പറ്റില്ല അമ്മയെന്ന്. സ്വന്തം മകളെ കല്യാണത്തലേന്ന് കറങ്ങാൻ വിട്ടേക്കുകയാ. എത്ര പറഞ്ഞു ഈ ബന്ധം വേണ്ടെന്ന്. പണത്തിനോട് ആർത്തി കൂടിയപ്പോൾ എന്തു ചെയ്യാൻ പറ്റും? മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞു മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ അനുഭവത്തിലൂടെ അറിഞ്ഞോളും. അത്രയും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പോകുന്നവനെ നോക്കി വിഷമത്തോടെ അയാൾ നിന്നു. എന്തിനാ ശ്രീജെ ധനുമോളെ ഇന്ന് ഒറ്റയ്ക്ക് വിട്ടത്? നാളെ കല്യാണമല്ലേ? ഇതെന്ത് കൂത്ത്? അവൾ പോയേക്കുന്ന ആദിയുടെ കൂടെയാ. ഇങ്ങോട്ട് കൊണ്ടുവിട്ടോളും അവൻ. ഇനി അവളെ കൊണ്ടുവിട്ടില്ലെങ്കിൽ തനിയെ വരാനും അവൾക്കറിയാം. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവത്തിലൂടെ പഠിക്കുകയുള്ളൂ. എന്താന്ന് വെച്ച കാട്ടിക്കൂട്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഹരിചന്ദ്രൻ പോയി. മാളവികയും കല്ലുവും അച്ചുവും അവരവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയി. തൻ്റെ സാധനങ്ങൾ മുറിയിൽ വെച്ചുകൊണ്ട് മാളു ദത്തൻ്റെ അരികിലേക്കും. ദത്തേട്ടാ,
അവൾ അവന് പതിയെ വിളിച്ചതും അവൻ അവളെ പിടിച്ചു വലിച്ചു ബെഡിലിരുത്തി. അവൻ തൻ്റെ തല അവളുടെ മടിയിൽ വെച്ചു. തിരുമ്മി താ മാളു, അവൻ പറഞ്ഞതും അവൻ്റെ നെറ്റിയിൽ പതിയെ തടവി കൊടുത്തോണ്ടിരുന്നു അവൾ. എന്നാൽ അതേസമയം മുറിയിലേക്ക് വന്ന ശ്രീജ കലയോടെ മാളുവിനെ വിളിച്ചു. ഡി ഉരുമ്പിട്ടവളെ. അവളെ വിളിച്ചതും ഇരുവരും എഴുന്നേറ്റു. ശ്രീജ മാളുവിനെ തല്ലാൻ കയ്യോങ്ങിയതും ദത്തൻ തടഞ്ഞു. കയ്യിൽ നിന്ന് വിടടാ, എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഇവൾ നിന്റെ മുറിയിൽ കയറിയത്? വശീകരിച്ച് വെച്ചിരിക്കുക എൻ്റെ മോനെ. അവൾക്ക് ഈ മുറിയിൽ കയറാൻ അവകാശമുണ്ട്. എന്തർത്ഥത്തിൽ? എന്തവകാശം അവൾക്കുള്ളത്? എൻ്റെ ഭാര്യയായ എന്ന അവകാശത്തിൽ. അത് നീ തീരുമാനിച്ചാൽ മതിയോ? കെട്ടാൻ ഞാൻ സമ്മതിക്കണ്ടേ? അതിന് അമ്മയുടെ സമ്മതമൊന്നും വേണ്ട. ദേ, അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഞാൻ കെട്ടിയതാ. എൻ്റെ ഭാര്യയാണവൾ. അവൻ മാളുവിൻ്റെ കഴുത്തിലെ താലി ഉയർത്തി കാണിച്ചു. ദത്തൻ പറഞ്ഞത് കേട്ടതും ശ്രീജ ഞെട്ടി. അവർക്ക് ദേഷ്യം കൂടി. അപ്പോഴേക്കും അവിടെയുള്ളവരും ഇവരുടെ ഒച്ചപ്പാട് കേട്ട് അങ്ങോട്ട് ചെന്നു. കണ്ടോ നിങ്ങളുടെ മകൻ പറഞ്ഞത്, അവൻ്റെ ഭാര്യയാണ് ഈ അനാഥ പെണ്ണെന്ന്. അതിനെന്താന്നോ? ഇറക്കി വിടവളെ. നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നവളല്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അവന് ഇഷ്ടം അവളെ. അതുപോലെ അവൻ്റെ ഭാര്യയാണ് ആ കുട്ടി. ഞാൻ സമ്മതിക്കില്ല ഇത്. അതിന് നിന്റെ സമ്മതം വേണ്ട. ഞാൻ അവൻ്റെ അമ്മയാണ്. അല്ലെന്ന് പറഞ്ഞു ആരെങ്കിലും? ധനുവിന് ആദ്യം കെട്ടാമെങ്കിൽ ഇവനെ വിളയും കെട്ടാം. ഹരിചന്ദ്രൻ പറഞ്ഞതും ശ്രീജയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. അവർ പകയോടെ മാളവികയെ നോക്കി. നീ ആ കുട്ടിയെ നോക്കി പേടിപ്പിക്കണ്ട. അതിനെ ഉപദ്രവിക്കാൻ നോക്കിയാലേ ആ നിൽക്കുന്ന നമ്മുടെ മകൻ നീ അമ്മയാണെന്ന കാര്യമങ്ങ് മറന്നേക്കും. പറഞ്ഞിട്ടുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പോയി. ആൺപടകളൊക്കെ ഇതറിയാമായിരുന്നു. ബാക്കി എല്ലാവരും ദത്തനെയും മാളവികയെയും കണ്ണും പിടിച്ചു നോക്കി. ഇവിടെ ഇങ്ങനെ നിൽക്കാതൊന്ന് പോയി തരുമോ? ഞങ്ങൾക്ക് കുറച്ചു നേരം കിടക്കണമായിരുന്നു. കുറുമ്പോടെ അവൻ മുത്തശ്ശിയെ നോക്കി പറഞ്ഞു. ആ പോകാം. എഴുന്നേൽക്കുമ്പോൾ രണ്ടും ഞങ്ങളുടെ മുറിയിൽ വന്നോളണം. മുത്തശ്ശി പറഞ്ഞതും അവൻ കണ്ണിറക്കി കാണിച്ചു. എല്ലാവരും പോയതും ശ്രീജ അവരെ നോക്കി. അമ്മയോട് ഇനി പ്രത്യേകിച്ച് പറയണോ? ശ്രീജ അവനെ നോക്കി ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളിപ്പോയി. ഇത് കണ്ട ദത്തൻ ചിരിച്ചു. അവിടെ നോക്കി നിൽക്കാതെ എൻ്റെ തല തിരുമ്മിത്താ പെണ്ണെ. ഇതെന്തൊരു മനുഷ്യനാണ്. പേടിയൊന്നും ഇല്ലേ? എല്ലാവരും അറിഞ്ഞു. മുത്തശ്ശിയൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ടും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ? എൻ്റെ പെണ്ണെ, നീ അവിടെ നിന്ന് പിറുപിറുക്കാതെ ഇങ്ങോട്ട് വാ. ഇല്ലേലേ ഞാൻ അങ്ങോട്ട് വരും. അവൻ്റെ ആ ഭീഷണിയിൽ കൊച്ചു വേഗം തന്നെ പോയി അവൻ്റെ തല തിരുമ്മിക്കൊടുത്തു. ദത്തൻ്റെ ചൊടികളിൽ ഒരു കള്ളച്ചിരി മിന്നിമാഞ്ഞു. എന്നാൽ ഇതേ സമയം ധനു അന്വേഷിച്ച് ആദ്യം നടക്കുകയാണ്. അവൻ അവിടെ നിന്ന് ബീച്ചിലേക്കാണ് വന്നത്. കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരിക്കെ അവൾ വാഷ്റൂമിൽ പോയി. കുറേ നേരമായിട്ടും വരാത്തവളെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചിറങ്ങിയതാണ്. അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും അവളെ മാത്രം കാണാനില്ല. കുറച്ച് മുന്നോട്ട് നടന്നതും അവിടുത്തെ മണൽ തരികൾക്ക് മുകളിലായി അവളുടെ ബാഗ് കണ്ടതും അവനിൽ വെള്ളിടി വെട്ടി. കുറെ അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നതും ആദ്യ തൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. നീ എന്തേ പറയുന്നേ? കാണാനില്ലെന്നോ? അതേ അച്ഛാ, വാഷ്റൂമിൽ പോയതാണ്. തിരിച്ചു വരാതായപ്പോൾ പോയി നോക്കിയതാ. പിന്നെ അവളുടെ ബാഗ് താഴെ കിടന്നു കിട്ടി. നിങ്ങൾ എന്തിനപ്പോൾ ബീച്ചിലേക്ക് പോയത്? നാളെ വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നോ? അയാൾ കലിയോടെ ചോദിച്ചു. അതും ഇതും പറഞ്ഞ് കുറ്റപ്പെടുത്താതെ എന്താ ചെയ്യുക? ഇങ്ങോട്ട് വാ നീ. അല്ല, വേറെ ആർക്കെങ്കിലും അറിയോ നിങ്ങൾ പോയ കാര്യം? അറിയാം, ദത്തനും അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. നന്നായി, ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. വേറെ ആരോടും പറയണ്ട ഓരോരോ പൊല്ലാപ്പുകൾ ഉണ്ടാക്കി വെക്കുന്നത്. അയാൾ ദേഷ്യത്തോടെ റെഡിയായി ആദിയുടെ അടുത്തേക്ക് പോയി. ഇതേ സമയം മഠത്തിൽ വീട്ടിലേക്ക് ഗായത്രി വന്നു. രേവതിയെ കണ്ടതും അവൾ കരഞ്ഞുകൊണ്ട് അവരുടെ കാലു പിടിച്ചു. തൻ്റെ മകളുടെ കണ്ണുനീർ അവരുടെ കാലുകളിലേക്ക് വീണു. ആ അമ്മയുടെ മനസ്സ് പിടഞ്ഞു. അവർ വേഗം തന്നെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നോട് ക്ഷമിക്കമ്മേ, എനിക്കൊന്നും അറിയില്ല. അച്ഛൻ ഓരോന്ന് പറഞ്ഞു തന്നപ്പോൾ എൻ്റെ പൊട്ട ബുദ്ധിക്ക് അതിന് പിന്നാലെ പോയി. അങ്ങനെ പോകാതിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. കരയാതെ, നിന്റെ കരച്ചിൽ മാത്രം അമ്മയ്ക്ക് സഹിക്കില്ല. നീ ജനിച്ച അന്ന് തൊട്ട് ഇന്നേ വരെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലും നിന്നെ വിഷമിച്ചിട്ടില്ല. ഞങ്ങളുടെ പൊന്നായിരുന്നു. പെട്ടെന്ന് തെറ്റുകളിലേക്ക് പോയപ്പോൾ സഹിച്ചില്ല. നിന്നെ വഴക്ക് പറഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഉരങ്ങുകയായിരുന്നു. രേവതി തൻ്റെ മകളെ ചേർത്ത് പിടിച്ചു. അമ്മയുടെയും മോളുടെയും പിണക്കൊക്കെ മാറിയോ? മാറി പവി, ഞങ്ങൾ ഇന്ന് തന്നെ പോവുകയാ വീട്ടിലേക്ക്. അത് ശരിയാവില്ല. നമ്മൾ രാധു അമ്മയുടെ പിറന്നാൾ കൂടിയിട്ടേ പോകുന്നുള്ളൂ, അല്ലേ അമ്മേ? പവി ലക്ഷ്മിയെ നോക്കി പറഞ്ഞു. അവർ അവളെ തന്നെ നോക്കി മൂളി. അവർക്ക് പവിയുടെ മാറ്റം അത്രയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. ജനിച്ച അന്ന് തൊട്ടേ വളർത്തുന്നതല്ലേ, അതും പൊന്നുപോലെ.
അതുകൊണ്ട് തന്നെ പവിയുടെ സ്വഭാവം അറിയാമായിരുന്നു. അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. എനിക്കറിയാം ഞാൻ നിങ്ങളുടെ കൂടെ വരുമോ എന്നല്ലേ. എനിക്ക് രണ്ടമ്മമാരും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെയും ഇവിടെയുമായി നിൽക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം രണ്ടുപേരും ഹാപ്പി ആയിരിക്കുമല്ലോ. മതി മതി നിന്റെ പ്രസംഗം. ആ കുട്ടിക്ക് മുറി കാണിച്ചു കൊടുക്ക്. യാത്ര ചെയ്ത് വന്നതല്ലേ, റെസ്റ്റ് എടുക്കട്ടെ, രാധിക പവിയോട് പറഞ്ഞു. ശരി എൻ്റെ രാധു. അവരെ കെട്ടിപ്പിടിച്ച് കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് ഗായത്രിയെ കൂട്ടി പവി പോയി. ഈ കുട്ടിയുടെ ഒരു കുറുമ്പ്. നീ എന്താ ലക്ഷ്മി അവളെ തന്നെ നോക്കി നിൽക്കുന്നേ? അവളുടെ മാറ്റം കണ്ടിട്ട് നോക്കിയതാണ്. ഇങ്ങനെയൊന്നും പെരുമാറാറില്ല. നീ ഇപ്പോഴും അവളെ വിശ്വസിച്ചിട്ടില്ലേ? ഇല്ലെന്ന് തന്നെ കൂട്ടിക്കോ. എന്തൊക്കെയോ നടക്കാൻ പോകുന്ന പോലെ. മനസ്സ് കുറച്ച് ദിവസമായി ശരിയല്ല, സൂക്ഷിക്കണം. ഒന്ന് പോയിൻ്റെ ലക്ഷ്മി, നീ കുറച്ചു നേരം കിടക്ക്, അപ്പം ശരിയാകും മനസ്സൊക്കെ. അല്ലേ രേവുമോളെ? അതെ അതെ. മഠത്തിൽ വീട്ടിലെല്ലാവരും തിരക്കുകളിലേക്ക് പോയി. വൈകുന്നേരമായതും നാളത്തേക്കുള്ള ഓരോ കാര്യങ്ങളും ഒരുക്കി വെക്കുവാണ്. ഗായത്രി വന്നതും മാപ്പ് ചോദിച്ചതുമൊക്കെ ഓരോരുത്തരും അറിഞ്ഞു. എന്നാലും നമ്മുടെ ചെറുക്കന്മാരുടെ കണ്ണുകൾ അവർ രണ്ടുപേരിലും ഉണ്ടായിരുന്നു. ഇതേ സമയം ഹരിചന്ദ്രൻ വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാശിയെയാണ് കാണുന്നത്. എന്തു പറ്റി മാമേ? അത് ധനുവിനെ കാണുന്നില്ല എന്നോ? അവളെവിടെ പോയി? ആദിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയതാ. ഇപ്പം അവർ വിളിച്ചിട്ട് കാണുന്നില്ല. ഹരിചന്ദ്രൻ പറഞ്ഞതും എല്ലാവരിലും ഞെട്ടലുണ്ടായി. ഏയ് കരയാതെ മാമേ, നമുക്ക് പോയി അന്വേഷിക്കാം. ചിലപ്പോൾ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. സമാധാനപ്പെട്. എങ്ങനെ സമാധാനിക്കാനാണ്? ദോഷസമയമാണ്, പണിക്കർ പറഞ്ഞതാണ്. ഒപ്പം ഈ കല്യാണം നടക്കരുതെന്ന്. കേട്ടില്ല ഈ നിൽക്കുന്നവൾ? ശ്രീജയെ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അയാൾ പറഞ്ഞു. ഓ ഇപ്പം എൻ്റെ മണ്ടയ്ക്ക് കയറിക്കോ, അവൾ വന്നോളും. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? കേട്ടില്ലേ കാശി? എന്നിട്ടൊരു കൂസലുമില്ലാതെ പറയുന്നേ. പിന്നെ ഞാൻ എന്തു ചെയ്യണം? തലയും കുത്തി നിൽക്കണോ? അവൾക്കറിയാൻ പോയതുപോലെ തിരിച്ചു വരാൻ. എന്ന കേട്ടോ, അവളെ കാണാതായിട്ട് അവരൊക്കെ അന്വേഷിച്ച് നടക്കുകയാ. അവളുടെ ബാഗ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. വിടാഞ്ഞിട്ട് നിനക്കല്ലായിരുന്നു സൂക്കേട്. ഈശ്വര, ഒരാപത്തും വരുത്താതെ തരണേ, അയാൾ പ്രാർത്ഥിച്ചു. കാശി വേഗം തന്നെ സിദ്ധുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ അന്വേഷിക്കാനായി അപ്പോൾ തന്നെ ഇറങ്ങി. കാശിയും ഹരിചന്ദ്രനും ബാക്കിയുള്ളവരും അവളെ അന്വേഷിച്ചിറങ്ങി. സന്തോഷത്തോടെ ഇരുന്ന വീടിപ്പോൾ മൂകമായി. ശ്രീജയ്ക്ക് ഭയം തോന്നി. കാരണം അവർക്കറിയാവുന്നു. അവളുടെ കൂട്ടുകാരികളൊക്കെ വിളിച്ചു. പക്ഷെ അവൾ ആരുടെയും അടുത്തേക്ക് ചെന്നിട്ടില്ലായിരുന്നു. ഭയത്തോടെയും സങ്കടത്തോടെയും നിൽക്കുമ്പോഴായിരുന്നു മാളവികയെ കാണുന്നത്. സന്തോഷമായോടി നിനക്ക്? കാലെടുത്ത് വെച്ച് കയറിയതും എൻ്റെ മോളെ കാണാതാക്കിയല്ലോടി അനാഥ പെണ്ണെ. ശ്രീജയ്, രാജശേഖരൻ്റെ ശബ്ദമുയർന്നു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നീ മാത്രമാണ് ഇതിന് ഉത്തരവാദി. വിടണ്ട എന്ന് ദത്തൻ പറഞ്ഞിട്ടും നീ അവളെ വിട്ടു. കല്യാണം നാളെയാണെന്ന് നിനക്കറിയാമായിരുന്നല്ലോ. പിന്നെ നിൻ്റെയും മോളുടെയും ഇഷ്ടപ്രകാരമാണ് ഈ കല്യാണം നടക്കുന്നത്. ആദിയെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ എതിര് പറഞ്ഞിട്ട് നീ വിട്ടുകൊടുത്തില്ല. പണവും പ്രതാവും നോക്കി അവരെയൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി നടന്നതല്ലേ. എന്നിട്ട് കാണാതായപ്പോൾ ആ തെറ്റ് വല്ലവരുടെയും തലയിലല്ല ഇട്ടുകൊടുക്കേണ്ടത്. അവരെ കുറ്റപ്പെടുത്താതെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. രാജശേഖരൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് മുറിയിലേക്ക് പോയി. ഒപ്പം രാധികയും. അന്ന് രാത്രിയോളം എല്ലാവരും അലഞ്ഞു തിരഞ്ഞു അന്വേഷിച്ചു. പക്ഷേ കണ്ടു കിട്ടിയില്ല അവളെ. എവിടെ പോയി, എങ്ങോട്ട് പോയി, ആരാ കൊണ്ടുപോയത് എന്നാർക്കും അറിവില്ല. എല്ലാം കണ്ട് ഹരിചന്ദ്രൻ തളർന്നു പോയി. മാമി എഴുന്നേൽക്ക്, നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിദ്ധു വിളിക്കും. ഇവിടെ ഇങ്ങനെ തളർന്നിരിക്കേണ്ട. കാശി മോനെ, എൻ്റെ മകൾ, പേടി തോന്നുന്നടാ, ശ്രദ്ധിക്കണമായിരുന്നു ഞാനും കൂടെ. കാശി അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കാറിലേക്ക് കയറ്റിയിരുത്തി. സിദ്ധു, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വിളിക്കണം. സൂക്ഷിക്കണം, വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കണം. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകും പോലെ സിദ്ധു ആദിയോടെ പറഞ്ഞു. അവനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് കാശിയും കൂട്ടരും അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു. കാശിയും ബാക്കിയുള്ളവരും തിരികെ വീട്ടിലെത്തുമ്പോൾ സമയം രാത്രി 12 മണിയാകുന്നു. മടത്ത് വീട്ടിലെല്ലാവരും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടതും ശ്രീജ ഹരിചന്ദ്രൻ്റെ അരികിലേക്ക് പോയി. കിട്ടിയോ? വന്നോ അവൾ? അവർ കാറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല, അയാൾ വിഷമത്തോടെ പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നോ? ശ്രീജ ദേഷ്യപ്പെട്ടു. സിദ്ധു അന്വേഷിക്കും അപ്പച്ചി, കാശി അവരോടായി പറഞ്ഞു. ഹരിചന്ദ്രൻ തൻ്റെ അച്ഛൻ്റെ അരികിൽ പോയിരുന്നു. അയാൾ അവനെ ചേർത്ത് പിടിച്ചു. തൻ്റെ മകൻ്റെ ദുഃഖം അയാളിൽ വ്യാപിച്ചു.
അന്ന് രാത്രി ആർക്കും ഉറക്കമുണ്ടായില്ല. ഇരു വീട്ടുകാരും അവൾക്കായി കാത്തിരുന്നു. നേരം പുലർന്നതും കാശിയുടെ ഫോൺ തുടരെ തുടരെ അടിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കണ്ടു സിദ്ധു കോളിംഗ്. അവൻ വേഗം തന്നെ അത് അറ്റൻഡ് ചെയ്തു. ഹലോ, എന്താ കിട്ടിയോ? കാശി ചോദിച്ചു. കാശി, നീ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വാ. ദത്തിനെയും അവന്മാരെയും കൂട്ടിക്കോ, വേറെ ആരോടൊന്നും പറയണ്ട. എന്താടാ, എന്തെങ്കിലും പ്രശ്നം? ഇവിടെ വന്നിട്ട് പറയാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കോള് കട്ട് ചെയ്തു. സിദ്ധു വിഷമത്തോടെ തനിക്കെതിരെയുള്ള ഡോറിലേക്ക് നോക്കി. CCU, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്.